എന്നാൽ ബംഗ്ലാദേശ് കത്തുകയാണ്. നമ്മളാരും കത്തിക്കേണ്ട, അവർ തന്നെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഭ്യന്തര കലാപം വളരെ രൂക്ഷമായി ബംഗ്ലാദേശിൽ നടക്കുന്നു. യൂനസ് ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒളിച്ചിരിക്കുന്നെന്നാണ് അറിയുന്നത്. ഷെയ്ഖ് ഹസീനയുടെ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അവരെ തൂക്കിക്കൊല്ലണോ എന്ന് തന്നെ ഇതാണ് പിന്നെ യൂനസിന് നിർബന്ധം. ഷെയ്ഖ് ഹസീനെ തൂക്കിക്കൊല്ലണം, ഇനി ജീവിച്ചിരിക്കണ്ട. അപ്പോഴാണ് ഹസീന ഒരു വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ബംഗ്ലാദേശിന്റെ മണ്ണിലേക്ക് അധികം വൈകാതെ ഞാൻ വരും, എൻ്റെ ജനങ്ങളെ ഞാൻ സംരക്ഷിക്കും, അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യും. നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കുക. ഇത്രയും ധൈര്യമായി ഷെയ്ഖ് ഹസീന പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ 2-3 വലിയ ശക്തികളുടെ കൈകളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശ് കത്തിയാൽ ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടതുപോലെ യൂനസിന് രക്ഷപ്പെടാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായിരിക്കും നടക്കുന്നത്? വിധി ആര് തീരുമാനിക്കും? വിധി ഇന്ത്യ തീരുമാനിക്കും. അതാണ് ഇപ്പോൾ ബംഗ്ലാദേശ്. ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഇതുവരെ ഇല്ലായിരുന്ന, നിരോധിച്ചിരുന്ന അവാമി ലീഗിൻ്റെ പ്രവർത്തകർക്ക് എവിടുന്നായി ശക്തി കിട്ടിയത്? അവിടെ കത്തുമല്ലേ. വെളുപ്പിനെ 3:30 മണി തൊട്ട് നടന്ന സ്ഫോടനം ഈ നമ്മുടെ യൂനസിൻ്റെ ബാങ്ക് ഉൾപ്പെടെ അന്ന് അടിച്ച് അവർ ഊരെ കളഞ്ഞു. അതിന് ശേഷം ആ സ്ഫോടനം നിന്നിട്ടേ ഇല്ല. അപ്പം ഇതിനകത്ത് വേറെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ 3:30 സ്ഫോടനം നടക്കുന്നു. അതിനുശേഷം ഇവിടെ 6:30 നമ്മുടെ ഡൽഹി സ്ഫോടനം നടക്കുന്നു. ഡീപ് സ്റ്റേറ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഡീപ് സ്റ്റേറ്റ് ഉണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുക. അതിനുശേഷം ബംഗ്ലാദേശ് ഈ പറഞ്ഞ 30ഓളം സ്ഫോടനങ്ങൾ നടക്കുന്നു. അതേസമയം ഇപ്പം അതിൻ്റെ 24 മണിക്കൂറാവുന്നതിന് 12 മണിക്കൂറാവുന്നതിന് മുമ്പേ പാകിസ്ഥാനി കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകും. ഇതുപോലെ തന്നെ തുർക്കിയിലെ വിമാനം അന്ന് വൈകിട്ട് 6 മണിയായപ്പോൾ തറയിൽ വീഴും. അപ്പം ഇത് യാദർച്ഛ്യമായിട്ടാണ് കേട്ടോ, എല്ലാം യാദർച്ഛ്യമായിട്ടാണ്. ഞാൻ പറയാം യാദർച്ഛ്യമായിട്ട്. അതാ പറഞ്ഞാൽ ഇന്ത്യ തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 11 മണിക്ക് ഇന്റർനാഷണൽ ഈ ട്രൈബ്യൂണൽ അവിടുത്തെ അവർ തീരുമാനിച്ചിരിക്കുക. അത് ആരുണ്ടാക്കിയതാ? ഇവരവിടുന്ന് പോകുന്നതിന് ശേഷം ഇടക്കാല സർക്കാർ അവർക്ക് താല്പര്യം ഒരു സമിതി വെച്ചുണ്ടാകും. അതിനകത്ത് പിന്നെ ഏത് വിധിയാണ് വരുന്നത്? തൂക്കിക്കൊല്ലാനാണ് വിധിക്കുന്നത്. അതിനപ്പുറം ഒരു വിധി ഇല്ലല്ലോ. അതിൻ്റെ ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ കണ്ടെത്തലുകളും അന്വേഷണവും ഒക്കെ അവർ തന്നെയാണല്ലോ നടത്തുന്നത്. അവരെ തൂക്കിക്കൊല്ലാനല്ലേ? എവിടെയാണ് തൂക്കിക്കൊല്ലുന്നത്? ഒരു കൊല്ലമായിട്ട് അവരിവിടെ 2024 ആഗസ്റ്റ് 15 അല്ലേ, അല്ല 5-5 തീയതി അവരെ ഇവിടുന്ന് നമ്മൾ അങ്ങനെ തൂക്കിയെന്നല്ല, നമ്മൾ അവിടുന്ന് രക്ഷപ്പെടുത്തി, നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇവന്മാർ അമ്മയും നോക്കി എവിടെയെന്ന് അറിയത്തില്ല. ഹസീനയുണ്ട് ഇവിടുന്ന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞത് മനസ്സിലായി, ആരും അറിയുന്നില്ല. ഇന്ത്യക്കടുത്ത് രാജ്യത്തിനകത്ത് നിയമം അനുസരിച്ച് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടുകൊടുക്കാൻ ഒന്നുമില്ല. ഇവർ രാഷ്ട്രീയ തടവുകാരാ. ക്രിമിനൽസിനെ വിട്ടുകൊടുക്കണമെന്നാണ് കരാറുള്ളത്. ഇവർ ക്രിമിനലാണോ? ഒരു രാജ്യം ഇത്രയോ കാലം കൊണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന, അവിടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിയിലൂടെ ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാതിരിക്കുന്ന ആൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതവൻ പറഞ്ഞാലും വിട്ടുകൊടുക്കത്തില്ലേ. ഇവിടെ നമ്മുടെ പഹൽഗാം ആക്രമണത്തിന് ശേഷം, സിന്ധൂരിന് തിരിച്ചടിക്ക് ശേഷം ഈ നദീജല കരാർ റദ്ദ് ചെയ്തില്ല. ആരൊക്കെ പറഞ്ഞു? IMF പറഞ്ഞില്ലേ, മറ്റൊരു പറഞ്ഞില്ലേ, എൻ്റെ പണി നോക്കാന്ന് പറഞ്ഞില്ലേ. അപ്പം ആ ഒരു കരുത്തിപ്പം നമുക്കുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്തൊരു കഥയുണ്ട്, നിങ്ങൾ കേൾക്കേണ്ട. അവരെ പറഞ്ഞിട്ടുണ്ട്. ധന്യ ചോദിച്ചല്ലോ ആരാ ഇതിൻ്റെ പുറകിൽ, ആ ശക്തി ആരാന്ന് ചോദിച്ചല്ലോ. ഇപ്പം അവരുടെ ഇറങ്ങുന്നുണ്ട് അവരുടെ ജീവിതകഥ. അതിനകത്ത് അവർ പറയുന്നുണ്ട്, ഈ കലാപം ഉണ്ടായി, കൊട്ടാരത്തിന് വെളിയിലിറങ്ങി എന്നെ ഇപ്പോൾ കൊല്ലും, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്ത് എനിക്കൊരു ഫോൺ വരുന്നു, നിങ്ങൾക്കിപ്പോൾ ഒരു ഹെലികോപ്റ്റർ വരും, അതേ കയറിക്കണം. എന്നിട്ട് അതേ സമയം തന്നെ അവരുടെ മോനെയും വിളിച്ചു പറയുന്നത്, കാരണം ഈ ഫോണിനകത്ത് വ്യാജമുണ്ടോ അല്ലെങ്കിൽ മറ്റേതുണ്ടോ. അപ്പം ഫോണിൻ്റെ അപ്പുറത്ത് എനിക്ക് വിശ്വസനീയമായ ഒരു നേതാവായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, പേര് അവർ വെളിപ്പെടുത്തുന്നില്ല, പ്രധാനപ്പെട്ട. അതുപോലെ മോനെ വിളിച്ചു പറഞ്ഞു, അയാൾ USA ഈ ഹസീനയുടെ. ഇതുപോലെ അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാൻ പറഞ്ഞു. അവിടുന്ന് ഈ വിമാനത്തിൽ അവിടുന്ന് ആ വിമാനം വന്നിറങ്ങുന്നു, അവിടുന്ന് ഇവരെ കയറ്റുന്നു, പശ്ചിമ ബംഗാളിൽ കൊണ്ടിറക്കി അവരെ രക്ഷപ്പെടുത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരാളുണ്ട്, ഒരു നേതാവുണ്ട് സംരക്ഷണം. അപ്പോൾ ആരാണ് ഏതാന്നൊക്കെ കേൾക്കുന്നവരൊക്കെ മനസ്സിലാവും. വിളിച്ചത് അജിത് ഡോവൽ തന്നെ, മനസ്സിലായി. അവർ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. അവിടുന്ന് കൊണ്ടുവന്നിവിടെ നിർത്തി ഇവിടെ സംരക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാനുള്ള കരുത്ത് നമുക്കുണ്ട്. നാളെ കാലത്ത് ഇതുവരെ തീരുമാനിച്ചിരുന്നില്ല. ഇതുവരെ ഇവൻ അവിടെ കിടന്ന് മെഴുകട്ടെന്ന് തീരുമാനിച്ചു. യൂനസ് അവിടുന്ന് പൊങ്ങണമെങ്കിൽ നമ്മൾ തീരുമാനിക്കും. ഒരു 4200
കിലോമീറ്റർ ബോർഡർ ഉണ്ട് ബംഗ്ലാദേശ്. അത് തന്നെ നമുക്ക് ത്രെട്ട്, നമുക്ക് അവിടെ അത്രയും സെക്യൂരിറ്റി കൂടുതലായിട്ട് ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ വളഞ്ഞു വെച്ചേക്കുക ബംഗ്ലാദേശിന്. എയർ സ്പേസ് നമ്മൾ കൊടുക്കണം. ഹസീന അവിടെ കയറി ഈ കലാപമുള്ളിടത്ത് സൈന്യത്തിനെ മറികടന്ന്, അല്ലെ ഒരുപക്ഷെ സൈന്യത്തിന്റെ സഹായം ഉണ്ടായിരിക്കും, വേറെ ഈ ഇടപെടലൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഇടപെടാൻ കഴിയുന്ന ഒരാളാണല്ലോ ഈ പറയുന്നത് പോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മറ്റു തുർക്കിയിലും ഒക്കെ എവിടൊക്കെ എന്തൊക്കെ ഉണ്ടെന്നും ആരൊക്കെ ഉണ്ടെന്നും എവിടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും വളരെ കൃത്യമായിട്ട് അവിടെ ചെന്ന് നിന്ന് പണി നടത്തിയിട്ടുള്ള ഡോവലിനറിയാം. അപ്പം അന്ന് അവർക്ക് രക്ഷപ്പെടുത്തും. പക്ഷേ ഊനസിനെ ആര് രക്ഷപ്പെടുത്തും? ഈ എയർ സ്പേസ് നമ്മൾ കൊടുത്തില്ലേ, ഊനസ് എങ്ങനെ രക്ഷപ്പെടുത്തും? അവർ ഈ പറയുന്ന കലാപകാരികൾ ഇപ്പൊ അവിടെ പ്രശ്നമാണ്. അവർക്കെതിരെ വിധി വന്നാൽ, അവർക്കെതിരെ ജയിൽ പോകുന്ന വിധിയോ വധശിക്ഷയോ വന്നാൽ ഈ രാജ്യം വെച്ചേക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം തൊട്ട് ഷൂട്ട് അറ്റ് സൈറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അക്രമാരികളുണ്ട് അന്നേരം വെടിവെച്ചേക്കാനാ ഇപ്പം ഗവൺമെന്റ് പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ഇയാളെ ആര് രക്ഷപ്പെടുത്തും? ഹസീനയെ രക്ഷപ്പെടുത്തി. ഹസീനെ തൂക്കിക്കൊള്ളണമെങ്കിൽ ഹസീനെ അവിടെ കൊടുക്കണം, കൊടുക്കത്തില്ല. ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള കാര്യത്തിൽ ഇന്ത്യക്കുണ്ട്. ഹസീനെ വിധിച്ചിട്ട് പേപ്പറിൽ എഴുതി വെക്കാനേ വെക്കൂ, ആവശ്യപ്പെടാനേ വെക്കൂ. അത് വേണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കും. അപ്പം നമ്മളോട് അങ്ങനെ മറിച്ച് തീരുമാനിക്കണമെന്ന് പറയാൻ കരുത്തുള്ള രാജ്യം ഇന്ന് ഇല്ല. അത് പ്രശ്നമാണ്. പണ്ടൊക്കെ നേരത്തെ അമേരിക്കയൊക്കെ വിളിച്ചു പറഞ്ഞു. അമേരിക്ക പറഞ്ഞാൽ ഇപ്പം പറയും. അമേരിക്ക പറയത്തില്ല, നാണം കെടാൻ നിൽക്കത്തില്ല. ഒരു വട്ടം നാണം കെട്ടാലും. പിന്നെ ട്രംപിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലേ, അറിയത്തില്ല എനിക്ക്. ഞാൻ പറയാം, ഒരു വട്ടം മാന്യതയുള്ളവരാണെങ്കിൽ ഒരു വട്ടം നാണം കെട്ടാല് പിന്നെ ആ പണിക്ക് നിൽക്കത്തില്ല. ട്രംപിന്റെ കാര്യം മനുഷ്യൻ ട്രംപ് ഇവിടെ എന്ത് ഒന്നുമില്ല, കേൾക്കുന്നില്ല. എനിക്കൊന്നും മാധ്യമങ്ങളൂടെ കളഞ്ഞെന്ന് തോന്നുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കത്തില്ല. പുള്ളിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാധ്യമങ്ങൾ കൂടി കളഞ്ഞു പറയണം. ഒരു മനുഷ്യൻ ഒരു രാജ്യത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അപക്ഷയം എത്രത്തോളം വലുതാണെന്നുള്ളതാണ്. ആ രാജ്യം ഇപ്പം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ പോലും ഇല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് പോലും വിട്ടുപോകുന്നു. ആ സ്ഥാനത്ത് ഇന്ത്യ നിറയുന്നു, ചൈന നിറയുന്നു, റഷ്യ നിറയുന്നു. അപ്പോൾ ലോകക്രമത്തിനകത്ത് വരുന്നൊരു വ്യത്യാസം, നാളെ കാലത്തെ അമേരിക്കയ്ക്ക് സംഭവിക്കാൻ പോകുന്ന എന്തോ വലിയ അപകടം ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അമേരിക്ക പറയുന്നതാണ്, അമേരിക്ക വിചാരിക്കുന്നതാണ് ഒക്കെ ലോകത്തൊരു കാലത്ത് നടന്നുകൊണ്ടിരുന്നത്. അപ്പം അതിന് മാറ്റം വരുന്നു. അപ്പം ഏതായാലും ബംഗ്ലാദേശിനകത്ത് ഈ പറയുന്ന ഇന്നത്തെ വിധി അതൊരിക്കലും ഹസീനയ്ക്ക് അനുകൂലമായിരിക്കത്തില്ല, ഹസീനയ്ക്ക് എതിരായിരിക്കും. ഹസീന ഒരു പക്ഷേ ജീവിതകാലം മൊത്തം ജയിൽ എന്നുള്ള വിധിയോ അല്ലെങ്കിൽ ഈ പറയുന്ന മരണശിക്ഷയോ ആയിരിക്കും. അത് അംഗീകരിച്ച് കൊടുക്കുന്നതിന് വേണ്ടി അവിടുത്തെ ജനവും അല്ലെങ്കിൽ ഇന്ത്യയും തയ്യാറാകുന്ന ഒരവസ്ഥയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഹസീനയുടെ വിധി ഇന്ത്യ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നുള്ള കാര്യം. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. അതിന് മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രക്ഷോഭം, ഇതുവരെ ഇല്ലാത്ത ഒരു കരുത്ത്. ഇപ്പം ധന്യ പറഞ്ഞതുപോലെ ഞാനങ്ങോട്ട് വരുന്നുണ്ട്, നീ അവിടെ നില്ലടാന്ന് അവിടെ കയറാൻ പറ്റാത്ത, അവിടെ നിരോധിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഈ പറയുന്നത് പോലെ മരണശിക്ഷ വിധിക്കാനിരിക്കുന്ന ഒരു നേതാവ് പറയണമെങ്കിൽ അവിടെ അതുപോലെ ചെന്നിറങ്ങാൻ ഒക്കുമെന്നുള്ള രീതിയിലേക്ക്, അതിന് സാധ്യമാകുന്ന രീതിയിലേക്ക്, അതിന് ഉറപ്പ് കൊടുക്കുന്ന ബലമുള്ള ആരെങ്കിലും അവരുടെ പുറകിൽ വേണ്ടേ? ഇല്ലെങ്കിൽ നടക്കത്തില്ലല്ലോ. കാരണം യൂനസിന്റെ പുറകിൽ നിൽക്കുന്ന മോശക്കാരൊന്നുമല്ലോ. തുർക്കി നിൽക്കുന്നുണ്ട്, പാകിസ്ഥാൻ നിൽക്കുന്നുണ്ട്, ട്രംപ് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനെയൊക്കെ മറികടന്ന് കൊണ്ടിറങ്ങണമെങ്കിൽ ചില ആൾക്കാരിലെ അതറിയാവും. ഈ ഒരു കഥയുണ്ട്, ഒരു ശകലം പോലും സ്ഥലമില്ല കേട്ടോ, സൂചി കുത്താൻ സ്ഥലമില്ല. ഒരാന എങ്ങോട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും? സ്ഥലം കാണുമോ? തൃശ്ശൂർ പൂരത്തിനകത്ത് ഞാൻ ഒരു ഉദാഹരണം പറയാം, സൂചി കുത്താൻ സ്ഥലമില്ല, ഒരാന എങ്ങോട്ട് കയറി വരും? സ്ഥലം ഉണ്ടാവുമോ എന്ന് പറയുന്ന പോലെയുള്ള. ആര് സംരക്ഷിക്കാൻ നിന്നാലും ചില ആൾക്കാരൊക്കെ വരുമ്പോഴത്തേന് സംരക്ഷിക്കാൻ നിൽക്കുന്നവരൊക്കെ ഇടവുമലമൊക്കെ നോക്കി പല്ലേ ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നാ പോവാന്നോ അല്ല കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പം അത് ഹസീനയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഹസീനയുടെ ആ ആത്മവിശ്വാസം, ഹസീനയുടെ ആ ഫെയ്ത്ത്, അതായത് ഇന്ത്യയുമായിട്ട് അവർ കാണിച്ച അവർക്കുണ്ടായിരുന്നൊരു കൂറും അവർ ഇതുവരെ നിന്ന രീതിയും ഇപ്പോൾ അവർ രക്ഷിച്ച അവസ്ഥയും ഇനി അവർക്ക് ആ ഇന്ത്യയോടുള്ള വിശ്വാസം, അതുതന്നെയാണ് അവരെ നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യം. നമ്മുടെ ഭാരത സംസ്കാരം അനുസരിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയും കൈവിടുന്ന ഒരു സംസ്കാരം നമുക്കില്ല. അല്ലാത്തവനും എന്തെങ്കിലുമൊക്കെ തവിടും പിണ്ണാക്ക് വിട്ടുകൊടുക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. അതാണല്ലോ തുർക്കി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നമ്മൾ കൊടുത്തത്.
നമ്മ ഭീകരന്മാരെന്ന് ലോകം മൊത്തവും മുദ്ര കുത്തുന്ന, അല്ലെങ്കിൽ മോശക്കാരാണെന്ന് കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഭീകരന്മാർ അവരാണെന്ന് പറയുന്ന വിവരദോക്ഷികളാണ്, അവരെ ഒരിക്കലും അംഗീകരിക്കത്തില്ലെന്ന് പറയുന്നത് അവന് മരുന്നും അവന് ഭക്ഷണവും കൊടുത്തപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻകാരൻ നമ്മളോട് ആ കൂറുണ്ട്. ശരിയല്ലേ? അപ്പം കൂറും കൂറുകേടും ഒക്കെ ചിലവന്റെ ജന്മസിദ്ധമായിട്ടുള്ള. ഏതായാലും ഹസീനയുടെ വിധി നമ്മളെ തീരുമാനിക്കും.